ബി.ജെ.പിയും അവരുടെ വക്താവ് സംബിത് പത്ര എം.പിയുമൊക്കെ 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രസ്താവന നടത്തിയത് നമ്മളെല്ലാവരും വായിച്ചതാണ്. രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ രാജ്യത്തു നിന്നും പുറത്താക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞവരുടെയും ഒക്കെ പിതാക്കന്മാരൊന്നും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. അതൊക്കെ മറന്നുകൊണ്ടാണ് ഈ പ്രസ്താവന ഇറക്കിയത്. ഈ കാരണം പറഞ്ഞതവർ ഇതിനായി അമേരിക്കൻ വ്യവസായി ജോർജ് സോറസുമായി ബന്ധമുണ്ട് ഇവർക്ക് എന്ന കാരണത്താലാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഈ ലോകത്തില്ല എന്നാണ് ഇപ്പോൾ ലോകം മുഴുവൻ വാർത്ത വന്നിരിക്കുന്നത്. സത്യത്തിൽ മാനവും മര്യാദയും ഉളുപ്പുമുണ്ടെങ്കിൽ ഇവർ മാപ്പ് പറയേണ്ടതാണ്. ഒരു തെളിവുമില്ലാതെയാണ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, അതുപോലെ രാഹുൽ ഗാന്ധി MP അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അമേരിക്കൻ വ്യവസായി ജോർജ് സോറസുമായി ബന്ധമുണ്ട് എന്ന വ്യാജ വാർത്ത BJP അടിച്ചുവിട്ടത്. ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും വലുതിലൊന്നും ആധികാരികമായി വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമായ ഫ്രഞ്ച് വാർത്താ ഏജൻസി മീഡിയ പാർട്ട് BJP ആരോപണം വ്യാജമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. BJP വാദത്തിന് യാതൊരു തെളിവില്ലെന്നും ശക്തമായി അപലപിക്കുന്നുവെന്നും മീഡിയ പാർട്ട് ഈ ലോകത്തോടായി അറിയിച്ചു. കാരണം അവർ ഇങ്ങനെ അറിയിച്ചിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ഒരിക്കലും പ്രസിദ്ധീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാൻ മീഡിയ പാർട്ടിൻ്റെ ലേഖനമാണ് BJP തെറ്റായി ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചുവെന്ന് ഡയറക്ടർ കാരിൻ ഫ്യൂട്ടോ വ്യക്തമാക്കി തെളിവുകൾ സഹിതം പറഞ്ഞുകൊടുത്തു. മീഡിയ പാർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ഉള്ളടക്കമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സോറസുമായി ബന്ധപ്പെടുത്തി തേജോവധം ചെയ്യാൻ വേണ്ടി BJP പാർലമെന്റിൽ തന്നെ ഉന്നയിച്ച കാര്യം. ലോകസഭ എന്നൊരു പവിത്രമായ ഇടത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കളങ്കം മറ്റൊരു ലോക ദിനപത്രത്തെ അല്ലെങ്കിൽ വാർത്താ ഏജൻസിയെ കൂട്ടുപിടിച്ച് പച്ച കള്ളം പറയുകയായിരുന്നു ലോകസഭയിൽ. സോണിയാഗാന്ധിക്ക് ജോർജ് സോറസ് ഫൗണ്ടേഷൻ ഫണ്ട് നൽകുന്ന ഗ്രൂപ്പുമായി ബന്ധമുണ്ട് എന്നായിരുന്നു BJP പറഞ്ഞത്. US ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണെന്ന് ആരോപിക്കപ്പെടുന്ന ശതകോടീശ്വരൻ ജോർജ് സോറസിന്റെ പേരുമായും ഫൗണ്ടേഷനുമായും ബന്ധപ്പെടുത്തിയുള്ള ആരോപണങ്ങളാണ് സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ BJP ഉയർത്തുന്നത്. അതായത് 2023 ഫെബ്രുവരി 17 മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ ഒരു പ്രസംഗത്തിൽ അദാനി വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരിച്ചടിയാവുമെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പുനരുജ്ജീവനത്തിന് അത് വഴിതെളിക്കുമെന്നും ജോർജ് സോറസ് പറഞ്ഞിരുന്നു. അതാരും പറയിച്ചതല്ല, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു. അതോടെ മോദിയെയും അദാനിയെയും എതിർക്കുന്നത് എന്ന് കണ്ട് അത് എതിർക്കുന്നവർ ആരായാലും കോൺഗ്രസ് നേതാക്കളുടെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ BJP തയ്യാറാകുകയാണ്. എന്തൊരടിസ്ഥാനമില്ലാത്ത വാർത്തയാണെന്ന് ഓർക്കണം. ലോക വിവരങ്ങൾ വിലയിരുത്തുന്നവർ ഇന്ത്യയെക്കുറിച്ചും വ്യവസായികളെക്കുറിച്ചുമൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വ്യവസായികൾ പറഞ്ഞ ചില കാര്യങ്ങളാണിത്. അതുപ്രകാരം അദാനി കമ്പനികളുടെ തട്ടിപ്പിനെയും ഓഹരി വിപണിയിലെ കൃത്രിമത്വത്തെയും കുറിച്ച് മൗനം തുടരുന്ന നരേന്ദ്രമോദി വിദേശ നിക്ഷേപകരുടെ ചോദ്യങ്ങൾക്കും പാർലമെന്റിനും മറുപടി നൽകണമെന്ന് സോറസ് ആവശ്യപ്പെടുകയാണുണ്ടായത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയൊരു വ്യവസായിയായ അദാനിയുടെ കൂട്ടുകാരനായി ലോകം തന്നെ പറയുന്ന നരേന്ദ്രമോദി അദാനിയുടെ തട്ടിപ്പിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല എന്ന് ലോകത്തിലെ മറ്റൊരു വ്യവസായി പറഞ്ഞത് അത് കോൺഗ്രസിന്റെ പ്രേരണ കൊണ്ടൊന്നുമല്ല. ഇന്ത്യയിലെ ഫെഡറൽ ഭരണകൂടത്തിന് മേലുള്ള മോദിയുടെ നിയന്ത്രണം ഇതോടെ നഷ്ടമാവുകയും പരിഷ്കരണങ്ങൾ വരികയും ചെയ്യുമെന്നും സോറസ് അവിടെ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ജനാധിപത്യം പുനരുജ്ജീവിക്കുമെന്ന് സോറസ് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് അഭിപ്രായം പറയുന്ന ഒരു മനുഷ്യന്റെ അധികാരവും അവകാശവുമാണ്. അതിൽ കോൺഗ്രസ് എന്ത് പിഴച്ചു? പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ടിരിക്കുന്ന അദാനി പ്രതിസന്ധി ഇന്ത്യയിലെ ജനാധിപത്യ പുനരുജ്ജീവനത്തിനിടയാക്കിയാലും അതിൽ ജോർജ് സോറസിന്റെ പ്രസ്താവനയ്ക്ക് പങ്കൊന്നുമില്ല എന്ന് അന്ന് തന്നെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിരുന്നു സോറസിനെ. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ പുനരുജ്ജീവനം കോൺഗ്രസിനെയും പ്രതിപക്ഷ കക്ഷികളെയും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ആശ്രയിച്ചാണ് സംഭവിക്കുന്നത് എന്നും ജോർജ് സോറസിനെ പോലുള്ള വ്യക്തികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണയിക്കാനാവില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഭയക്കുന്ന BJP പച്ചക്കള്ളങ്ങളും വ്യാജ വാർത്തകളും സൃഷ്ടിച്ചുകൊണ്ട് സായുജ്യമടയുകയാണ്. ഇങ്ങനെ ഇതിനു മുൻപ് രാഹുൽ ഗാന്ധിയെ
വ്യാജ വാർത്ത കൊടുത്ത് കർണാടകത്തിലെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്തിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് ഇന്ത്യയിലെ കോടതികൾ മുഴുവൻ കയറിയിറക്കിപ്പിച്ച് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിച്ച് ഇന്ത്യയിൽ നിന്ന് നാട് കടത്താൻ തന്നെ തീരുമാനിച്ച BJP അവസാനം രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ തോറ്റു തൊപ്പിയിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതും അതുതന്നെയൊക്കെ ആകും വിഷയം. കാര്യം ഇതിൽ കൂടുതൽ പറയാനൊന്നും BJPക്കില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്നും ഏറ്റവും വലിയ വിദേശികളുടെ ചാരനുമെന്നൊക്കെ വിളിച്ചു പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. BJP ഒരിക്കൽ പരാജയം മണത്തിരിക്കുന്നു. ഇനി രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ഇനിയും കൂടുതൽ പരാജയത്തിലേക്ക് BJP പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഈ വ്യാജ വാർത്തകളിലൂടെ കാണുന്നത്.